കേവലം അയച്ചുള്ളതാണ്. ഇതിലെല്ലാം നോക്കണ്ട, ഈ വരില്ല ഇവിടെ നോക്കിയിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. ഇത് സംസാരിച്ചു കഴിഞ്ഞാൽ മറുപടി ആയിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ അതേപോലെ തന്നെ എന്തെങ്കിലും പറയാം. ഓക്കെ, ശരി. പ്ലീസ്, എനിക്ക് പോയേ പറ്റൂ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, തെറ്റിദ്ധരിക്കപ്പെട്ടത് ഞാനാണ്. പ്ലീസ്, എന്നെ പോകാൻ അനുവദിച്ചൂടെ നിങ്ങൾക്കൊന്ന്, പ്ലീസ്. ഓക്കെ, ഇതാണ് ക്ലോസിലുള്ളത്. ഇതൊരു ക്ലാസ്സാണ്. ഇതിനകത്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. ഈ 2 ദിവസം കൊണ്ട് ഇതിൽ കൂടെ കുറെ പൂർണ്ണമായിട്ടില്ലെങ്കിൽ പോലും കുറെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് തെരഞ്ഞെടുക്കാൻ പറ്റിയ മേഖലയാണോ ഇത്? ഞാൻ അഭിനയത്തിലേക്ക് കടക്കണോ, അതോ ഈ പരിപാടിയൊക്കെ നിർത്തിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അല്ലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ചെയ്യുന്നതാണോ നല്ലത്? അപ്പൊ ഇനി കൂടുതലും ഞാൻ ഇതിലേക്ക് ഇറങ്ങിത്തിരിച്ചാൽ എനിക്ക് പ്രയോജനം കിട്ടുമോ? ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ഇങ്ങനെയുള്ള അതിനെ പറ്റിയിട്ട് നമുക്ക് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഇത് പ്രയോജനപ്പെടുന്നത് എന്നാണ് എനിക്ക് കൃത്യമായിട്ട് പറയാനുള്ളത്. എന്നെ എറിയാമെന്നേക്കണവൻ, അവനെ എറിയാമെന്നേക്കും. മത്സര ബുദ്ധിയോടെ അഭിനയിക്കാൻ നോക്കില്ല ആർക്കും. കാരണം എങ്ങനെ മത്സരിക്കും? നമ്മളെല്ലാരും ഒരു റോളല്ല എടുക്കുന്നത്. നമ്മുടെ വീടിന്റെ പൊലിക്ക് ഡ്രസ്സൻ ഇങ്ങനെ ആ പോർട്ടിക്കോയിലായിരിക്കും, ഗേറ്റ് ഇങ്ങനെ കാണാം. അവനിങ്ങനെ തലയൊക്കെ വെച്ച് ഇങ്ങനെ കിടക്കും. ഒരു കുഴപ്പമില്ല, നമ്മളൊക്കെ ഉണ്ട് വീട്ടിൽ. ഗേറ്റ് തുറന്നാൽ ഇങ്ങനെ നോട്ടോ. അപ്പൊ പരിചയമുള്ളതാ വരുന്നേ. എപ്പോഴും ഓരോ വലിയ വലിക്കുമ്പോഴും അപ്പം നമ്മൾ തിരിച്ചറിയുക നമുക്ക് അതിനുള്ള കഴിവുണ്ടോന്നാണ്. വെറുതെ നമ്മൾ ചുമ്മാതെ നമ്മള് ക്രേസി ആയിട്ട് എനിക്ക് അഭിനയിക്കാൻ അറിയാം അങ്ങനെയുള്ള ആൾക്കാരാണ് ഇപ്പൊ കൂടുതൽ. ഇതിന്റെ അകത്തൊന്ന് നല്ലതിനും മോശത്തിനും നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റാണ്ട് വരും. അപ്പം നമുക്കതിന് കൃത്യമായ കഴിവുകളുണ്ടോ എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാക്കി എടുക്കേണ്ടിയുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെയല്ല എല്ലാ ആൾക്കാരും ഇപ്പം നമ്മുടെ പ്രശസ്തരായ പല നടീനടന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരൊരുപാട് കാലങ്ങൾ കഷ്ടപ്പെട്ട് ഒക്കെ തന്നെയല്ലേ ഒരു ഉന്നതമായ നിലയിലെത്തുന്നത്. ഈ അഭിനയത്തിനൊരു ഇന്ന പ്രായത്തിൽ അഭിനയിക്കാൻ പറ്റുമെന്നൊന്നുമില്ല. ഇപ്പൊ എത്രയോ നമ്മുടെ സിനിമയിലാണേലും സീരിയലാണെങ്കിലും എത്രയോ വികൃതമായ ചേഷ്ടകൾ കാണിക്കുന്ന ആൾക്കാര് അല്ലെങ്കിൽ രൂപങ്ങളുള്ള ആൾക്കാര് വേഷങ്ങൾ ചെയ്യുന്നില്ലേ?